പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ ആശയങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ പ്രകടിപ്പിക്കാൻ ഒരുപാട് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേറെ ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമായൊരു കാര്യമാണ് ചിത്രവും ചിത്രകലകളും. ഒരുപക്ഷെ അക്ഷരങ്ങൾ ആകുന്നതിന് മുമ്പ്, ലിപികൾക്കൊക്കെ മുമ്പ് തന്നെ ഈ ചിത്രവും ചിത്രകലയും മനുഷ്യർ ഉപയോഗിച്ചതായി ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരന്മാരിൽ ഒരാളാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് ഈശോയും ശിഷ്യന്മാരുമായിട്ടുള്ള അന്ത്യത്താഴത്തിൻ്റെ ചിത്രം. ഇപ്പം ലാസ്റ്റ് സപ്പറിൻ്റെ ചിത്രം 375 ചിത്രങ്ങൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പുനർസൃഷ്ടിച്ച് ലോകശ്രദ്ധ നേടിയ ഒരാളെയാണ് ഇന്ന് ശാലോം ടി വിയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ചങ്ങനാശ്ശേരി സിബി എന്ന പേരിൽ അറിയപ്പെടുന്ന സിബി സാറിന് ശാലോം ടി വിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. ഓരോ ചിത്രകാരന്മാർക്കും ഓരോ ഫോക്കസ് ഉണ്ട് അല്ലേ? പലതരത്തിലുള്ള ചിത്രങ്ങൾ, കുട്ടികളുടെ ചിത്രങ്ങൾ, പ്രകൃതിയുടെ ചിത്രങ്ങൾ, ജന്തുജാലങ്ങളുടെ ചിത്രങ്ങൾ, ഇങ്ങനെ ചില കാര്യങ്ങളിൽ ഫോക്കസ് ഉണ്ട്. ഇപ്പോൾ സിബി സാറിനെ സംബന്ധിച്ചിടത്തോളം സിബി സാർ ഈ ലാസ്റ്റ് സപ്പറിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 375 ചിത്രങ്ങൾ അങ്ങ് സൃഷ്ടിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ ഇതാദ്യമായി വരച്ച് രൂപപ്പെടുത്തിയ ഡാവിഞ്ചി പോലും ഇത്രയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് കരുതാനാവില്ല. ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഫോക്കസ് ഉണ്ടായത്? ഈ അന്ത്യത്താഴത്തോട് ഇത്രയും ഒരു അഭിനിവേശം എങ്ങനെയാണ്? എനിക്ക് ചെറുപ്പം മുതലേ ഈ ലാസ്റ്റ് സപ്പറിൻ്റെ പിക്ചർ കാണുക എന്ന് പറയുന്നത് ഭയങ്കര മനസ്സിനെന്തോ ഒരു ആകർഷണ വലയം പോലെയായിരുന്നു എനിക്ക്. ഈ ലാസ്റ്റ് സപ്പറിൻ്റെ പിക്ചർ സാറ് പറഞ്ഞ ലിയാനോ ഡാവിഞ്ചിയുടെയൊക്കെ ചിത്രങ്ങൾ കാണുമ്പോൾ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അതിനുശേഷം പല ചിത്രകാരന്മാരുടെയും ഈ പെയിൻറ്റിങ്ങുകൾ കാണുമ്പോൾ ഞാൻ സമയം ചെലവഴിച്ച് അത് നോക്കി നിൽക്കുകയും അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ വ്യൂവും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ആയിരിക്കാം ഞാൻ ആദ്യം മുതലേ ലാസ്റ്റ് സപ്പർ, അന്ത്യത്താഴത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പിക്ചറിലാണ് എൻ്റെ ചിത്രകല ആരംഭിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിനുശേഷം ദൈവ നിയോഗം എന്ന പോലെ ആയിരിക്കാം ഇത്രയധികം ബിനു സാറ് പറഞ്ഞതുപോലെ 370ഓളം അടുക്കുന്നു അന്ത്യത്താഴ ചിത്രങ്ങൾ. ആരും തന്നെ വരച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലല്ല, ഇന്ത്യക്ക് പുറത്താണെങ്കിലും ആരും തന്നെ വരച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു റെക്കോർഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയേറെ 3 വെറൈറ്റിയിലുള്ള ചിത്രങ്ങൾ ഞാൻ അന്ത്യത്താഴത്തിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒട്ടുമിക്ക വീടുകളിലും പുതിയതായിട്ട് പണി കഴിപ്പിക്കുന്ന മിക്കവാറും വീടുകളിൽ ഒരു 5 അടിയിൽ മേൽ വലിപ്പമുള്ള ലാസ്റ്റ് സപ്പറിൻ്റെ പിക്ചർ എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ ബിഷപ്പ് മന്ദിരങ്ങൾ, വിദേശ നാടുകളിലേക്ക് പോയി, ചില പള്ളികളിലേക്ക് പോയിട്ടുണ്ട്, ധാരാളം കോൺവെൻറ്റുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ ആയിട്ടാണ് ഇത്രയധികം വരയ്ക്കാനായിട്ട് ദൈവ കൃപ എനിക്കുണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അന്ത്യത്താഴത്തിൻ്റെ ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ ക്രൈസ്തവ വീടുകളിലും ദേവാലയങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ സാറിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റ് ചിത്രങ്ങളുമായിട്ട് ഇതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ തന്നെ ഒരുപാട് പേര് വീണ്ടും പുനർസൃഷ്ടിച്ചിട്ടുണ്ട്, പുതിയ രൂപകൽപ്പന അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ചിത്രങ്ങളിൽ വളരെ പ്രത്യേകതയുണ്ട്, സാറിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അങ്ങനെ ഒരു രൂപമാറ്റം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടേതായ ശൈലി എല്ലാ പെയിൻറ്റിങ്ങിലും വരണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എല്ലാ ചിത്രകാരന്മാർക്കും ഉള്ളതാണ്. ആ ഒരു സ്വഭാവ വിശേഷം എനിക്കുമുണ്ടായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അവരുടെ എല്ലാ ചിത്രങ്ങൾ പകർത്താതെ എൻ്റേതായ ക്രിയേറ്റിവിറ്റി കൂടെ വരണമല്ലോ. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ ഫേസ് ചെയ്ത് എല്ലാ ശിഷ്യന്മാരും ഇരിക്കണം എന്നുള്ള വിചാരത്താൽ ഞാൻ ഒരു വ്യൂ, അതായത് അവരുടെ മേശ, ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് മനസ്സിൽ പ്ലാൻ കൊണ്ടുവന്നിട്ട് പെയിൻറ്റ് ചെയ്ത ഒരു ചിത്രമായിരുന്നു ആദ്യത്തേത്. ആ ചിത്രമാണ് ആസ്വാദകർക്ക് കൂടുതലധികം മനസ്സിൽ തങ്ങിയതും അവരിഷ്ടപ്പെട്ടതും. ഞാൻ അതിൽ പിടിച്ചാണ് ഇത്രയധികം അന്ത്യത്താഴത്തിലോട്ട് പോയത്. അതിനുശേഷം ഞാൻ പല വ്യൂകളും അതിൻ്റെ പശ്ചാത്തലങ്ങളും മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ഹാളിനകത്തുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സപ്പോർട്ടും കയ്യടിയും എനിക്ക് നേടിത്തന്നു. അതിൽ പിന്നെ ഞാൻ ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി.
എല്ലാ കലാപ്രവർത്തനത്തിൻ്റെയും ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്, അതിന് ഇന്ധനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രോത്സാഹനമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ സിബി സാറിൻ്റെ ജീവിതത്തിലും അങ്ങയുടെ ഈ കലാജീവിതത്തിൻ്റെ വഴിത്താരുകളിൽ അങ്ങേ പ്രചോദിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരുപാട് പേരുണ്ടാവും. ഇവിടെ പല നാട്ടുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ക്ലിമീസ് തിരുമേനി പല പ്രാവശ്യം ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ആരൊക്കെയാണ് അങ്ങേ പ്രചോദിപ്പിച്ച വ്യക്തികൾ? ക്ലിമീസ് തിരുമേനിയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് 1000 നാവാണ്. ചിത്രകലയിൽ തന്നെ ചിത്രകലയുടെ ഒരു ആചാര്യൻ, അതായത് ദൈവികമായ അറിവുകൾ എനിക്ക് തന്ന ഒരു വലിയ മനുഷ്യനാണ് ക്ലിമീസ് കാതോലിക്ക ബാവ. ബാവയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ കല സത്യത്തിൽ ഇത്രയും വളർന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് തക്ക ഉള്ള അറിവുകൾ ബാബ തിരുമേനിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ അന്ത്യത്താഴത്തിൻ്റെ തന്നെ വലിയ ചിത്രങ്ങൾ ഊട്ടിശാലയിലും ഒക്കെ വയ്ക്കുവാനും, അതുപോലെ മലങ്കര കത്തോലിക്ക പല പള്ളികൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കുകയും അവിടെ സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം പെയിൻറ്റിങ്സുകൾ ക്ലിമീസ് കാതോലിക്ക ബാവ എന്നെക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രോത്സാഹനം സത്യത്തിൽ എൻ്റെ വലത് കൈയിൽ പിടിച്ച് എന്നെ ഉയർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ചിത്രകലയിൽ അത്രയേറെ എനിക്ക് സപ്പോർട്ട് തന്ന ഒരു മഹാവ്യക്തിയാണ് ക്ലിമീസ് കാതോലിക്ക ബാവ. ഒട്ടേറെ പ്രാവശ്യം എൻ്റെ ഭവനത്തിൽ വരികയും ഞാൻ അവിടുത്തെ ഈവാനിയോസ് പിതാവിൻ്റെ പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് ക്ലിമീസ് പിതാവ് ഇവിടെ വന്ന് എനിക്ക് പല അറിവുകൾ CD-യും ബുക്സും ഒക്കെ തന്നാണ് എന്നെ തിരുവനന്തപുരത്തു നിന്ന് വിടുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ടേ അത് തീർക്കാവൂ സിബി എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരുന്ന് പെയിൻറ്റിങ്ങുകൾ ഫിനിഷ് ചെയ്തതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അത്രയേറെ ബാവായുടെ കയ്യടി, പ്രോത്സാഹനം, കരുതലും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും എൻ്റെ വലിയ വളർച്ച എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അത് അനുഗ്രഹീതനായ ഒരു കലാകാരനെക്കുറിച്ചുള്ള എൻ്റെ സന്തോഷവും എൻ്റെ സംതൃപ്തിയും നിങ്ങളെ കൂടി അറിയിക്കുന്നതിനാണ്. അനേക വർഷങ്ങളായി ഈ പ്രിയപ്പെട്ട കലാകാരൻ, പ്രിയപ്പെട്ട സിബി എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന വ്യക്തിയാണ്. സിബിയുടെ ഒരു പ്രത്യേകത, സിബി വരയ്ക്കുന്ന ചിത്രങ്ങളിലെല്ലാം ജീവൻ തുടിച്ചു നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. സിബി ഏറ്റവും ശ്രദ്ധിക്കുന്നത് ദേവാലയങ്ങളിലും അതുപോലെയുള്ള സങ്കേതങ്ങളിലും ദൈവാരാധനയ്ക്കും ദൈവചിന്തയ്ക്കും സഹായകരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലാണ്. ഈ കലാകാരനെ പരിചയപ്പെട്ട അന്നു മുതൽ ഇന്നുവരെയുള്ള ഈ വലിയ സന്തോഷകരമായ കാലയളവിൽ അനേകം ചിത്രങ്ങൾ അനേകം ദേവാലയങ്ങൾക്ക് വേണ്ടി വരപ്പിക്കുന്നതിന് ഇടയായിട്ടുണ്ട്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ മാറിവാനിയോസ് തിരുമേനിയുടെ ജീവൻ തുടിക്കുന്ന ഒരു ചിത്രം പിതാവിൻ്റെ ഖബറിങ്കൽ ഇരിപ്പുണ്ട്. അത് പ്രിയപ്പെട്ട സിബി വരച്ച് അനുഗ്രഹമായി സഭയ്ക്ക് നൽകിയതാണ്. 400-നടുത്ത് ചിത്രങ്ങൾ ഇപ്രകാരം വരച്ച് കേരള സഭയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലുമെല്ലാം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഈ കലാകാരനെ നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും ദൈവാനുഗ്രഹങ്ങളും സന്തോഷത്തോടു കൂടി നേരുന്നു. ദൈവം തുടർന്നും അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഭാവനാശക്തിക്ക് കൂടുതൽ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധമായ ഭാവുകങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും പ്രിയപ്പെട്ട സിബിക്ക് സന്തോഷത്തോടെ നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുട്ടിക്കാലത്തായിരിക്കുമല്ലോ നമ്മുടെ ചില അഭിരുചികൾ രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സാറിൽ ഒരു ചിത്രകാരനുണ്ടെന്ന് സ്വയം തോന്നിയത് എങ്ങനെയാണ്? ചിത്രകലയിലേക്ക് എങ്ങനെയാണ് അങ്ങ് കടന്നു വരാനുണ്ടായ സാഹചര്യം? അതുപോലെ ഈ ചിത്രകലയെ അങ്ങയുടെ സ്വന്തം ചിത്രകലയെ അങ്ങ് എങ്ങനെയാണ് നിർവചിക്കുന്നത്?
അത് ഞാൻ ഓർത്തെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് എൻ്റെ ഫാദറിനെയാണ്. അന്ന് പിതാവ് ചില കൊച്ചു ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് ഞാനന്ന് കണ്ടിട്ടുണ്ട്. ചില ആനയുടെ പടം, ചില മനുഷ്യരുടെ ചിത്രങ്ങളൊക്കെ അന്ന് എൻ്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ മുറിയിൽ വന്നിരുന്നിട്ട് വന്നിട്ട് പേപ്പറിൽ കോറിയിട്ടിട്ടുണ്ട് ചില ചിത്രങ്ങൾ. അതിലൊക്കെ ആയിരിക്കാം എൻ്റെ തുടക്കം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനുശേഷം അമ്മയുടെ അനിയത്തി ഒരു ചിത്രകല വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു ആ സമയത്ത്. പുള്ളിക്കാരി വരയ്ക്കുന്ന പിക്ചറുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കിട്ടിയ പ്രോത്സാഹനമൊക്കെ ആയിരിക്കാം എന്നെ ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം പലരുടെയും കാര്യങ്ങൾ അറിയുകയും എൻ്റെ അയൽപക്കക്കാരുടെ പിക്ചറുകൾ ഞാൻ വാങ്ങിച്ച് വരയ്ക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ആ പെയിൻറ്റിങ്ങുകളൊക്കെ ഇപ്പോഴും ഓരോ വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ വരച്ചതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ പറയുന്നത് സിബിസാർ വരച്ച പടമാണ്. ഞാനതേ പോയി നോക്കുമ്പോൾ എൻ്റെ പേര് മങ്ങിത്തുടങ്ങി. അത്രയേറെ പഴക്കം ചെന്ന പെയിൻറ്റിങ്ങുകൾ എൻ്റെ അയൽവക്കത്തുള്ള പല വീടുകളിൽ ഇരിക്കുന്നു. അതുപോലെ ഞാൻ ചിത്രകലാ അധ്യാപകനായിരുന്നു. ബിൻസാർ പറഞ്ഞു, ചിത്രകലാ അധ്യാപകനാണെങ്കിലും ചിത്രങ്ങൾ വരച്ച് കുട്ടികളിലെ പ്രോത്സാഹനം നൽകി അവരെ ഇതിൽ ആകർഷിപ്പിക്കുക എന്നുള്ളത് വലിയ ധർമ്മമായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസൊക്കെ ഡ്രോയിങ് ബുക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ അക്കാലത്ത് കുട്ടികൾക്ക് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. എൻ്റെ ചിത്രങ്ങൾ എൻ്റെ ക്ലാസ്സിൽ വന്നാൽ അവർ ഡ്രോയിങ് ബുക്കും കളേഴ്സും എല്ലാമായിട്ട് റെഡിയായിട്ടിരിക്കുക ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ. അങ്ങനെ ഞാൻ ഓർക്കുകയാണ്, കുട്ടികൾ 3-4 ഡ്രോയിങ് ബുക്കുകൾ വർഷാവസാനം വരെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം, നമ്മുടെ ആവിഷ്കാരം അവരെന്തുമാത്രം ഏറ്റെടുക്കുന്നു ക്ലാസ് മുറിയിൽ, അതൊക്കെ ഒരു വലിയ ഘടകമായിരുന്നു. ഈശ്വര കൃപ കൊണ്ട് അതൊക്കെ എനിക്ക് ഏതാണ്ടൊക്കെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. ചിത്രകലയിൽ വിവിധ പരീക്ഷണങ്ങൾ സിബിസാർ നടത്തുകയുണ്ടായി. അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമുക്കെപ്പോഴും കിട്ടുന്ന ഒരു ഊർജം പ്രോത്സാഹനമാണ്. അപ്പം ഇത്രയേറെ ചിത്രങ്ങൾ, ഏതാണ്ട് 370-ലധികം ചിത്രങ്ങൾ, അത് ഒരേ ചിത്രങ്ങൾ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത് അസാമാന്യമായ ഒരു സാഹചര്യമാണ്. ലോകചരിത്രം മുഴുവൻ എടുത്തു നോക്കിയേ ഈ അന്ത്യത്താഴത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ലാസ്റ്റ് സപ്പറിനെ ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്, ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും അവാർഡുകൾ, യഥാർത്ഥത്തിൽ ഗിന്നസ് റെക്കോർഡൊക്കെ ലഭിക്കേണ്ടതാണ്. അപ്പോൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റ് അവാർഡുകൾ, അംഗീകാരങ്ങൾ ഒക്കെ അങ്ങേക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? അത് പറയുകയാണെങ്കിൽ ഇതുവരെ എനിക്ക് കുറേ അവാർഡുകൾ ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ 370 അന്ത്യത്താഴത്തിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഏതാണ്ട് ഒരു ഗിന്നസ്, സാറ് പറഞ്ഞതുപോലെ ഗിന്നസ് റെക്കോർഡിലേക്ക് ഞാൻ അടുക്കുന്നു എന്ന് എനിക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട്. ഒട്ടേറെ സമൂഹത്തിലെ പല വ്യക്തികളും എന്നോട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തനത്തിലും കൂടിയാണ്, അതിൻ്റെ ഒരു പരിശ്രമത്തിലും കൂടിയാണ് ഇപ്പോൾ. വരയ്ക്കുന്നതിനിടയ്ക്കും ആ ഒരു കാര്യത്തിലൂടെ എൻ്റെ ചിന്ത പോകുന്നുണ്ട്. ഇതിനോടകം KCBC അവാർഡ്, ഗവൺമെൻറ്റിൻ്റെ ഗുരുപൂജ അവാർഡ്, ഗുരുശ്രേഷ്ഠ അവാർഡ്, ഇൻ്റർനാഷണൽ വൊക്കേഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. റോട്ടറി ക്ലബിൻ്റെ കിട്ടിയിട്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത അവാർഡ് ആദ്യം കിട്ടി. നമ്മുടെ AKCC അവാർഡ് എറണാകുളത്ത് വെച്ച് കിട്ടിയിരിക്കുന്നു. ഇങ്ങനെ പല അംഗീകാരങ്ങളും ഇതിനോടകം എനിക്ക് കിട്ടിയത് വലിയ വലിയ ഒരു പ്രോത്സാഹനം തന്നെയാണ്. അപ്പോൾ ഈ 350 അന്ത്യത്താഴ ചിത്രം വരച്ച് കഴിഞ്ഞതിൻ്റെ ഒരു പ്രത്യേക ഒരു അംഗീകാരത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒന്ന് ശ്രമിക്കുന്നത്. അത് പ്രാപ്യമാകാൻ എനിക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണവും അതിൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. സാറ് മാത്രമല്ല, സാറിൻ്റെ കുടുംബം മുഴുവൻ ഒരു ചിത്രകല അഭ്യസിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സാറിൻ്റെ ഭാര്യയും ഒരു ചിത്രകാരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഭാര്യ ഒരു ചിത്രകാരി തന്നെയാണ്. കാരണം ഞാൻ പഠിച്ച ആർട്ട് കോളേജിൽ തന്നെയാണ് വൈഫും മോളിയും പഠിച്ചിട്ടുള്ളത്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതായിരുന്നു. അതിനുശേഷം ആസാമിൽ ചിത്രകല അധ്യാപികയായിട്ട് ഒരു സ്കൂളിൽ ചേരുകയുണ്ടായി.
മാരേജൊക്കെ കഴിഞ്ഞ് ആസാമിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ അധികം ചിത്രങ്ങളൊന്നും വരയ്ക്കുന്നില്ല എങ്കിലും ബിനുസാറ് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരേണ്ടത് കുടുംബത്തിൽ നിന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ മോളിയെ സംബന്ധിച്ചോളം എനിക്ക് വലിയ ഒരു സപ്പോർട്ടാണ്. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ തെറ്റുകൾ കളേഴ്സിലും അതിൻ്റെ കോമ്പിനേഷനിലും ഒക്കെ സംഭവിക്കാറുണ്ട്. ഫേസ് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യത്യാസങ്ങൾ നമ്മളറിയാതെ വന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എനിക്കൊരു വലിയ തുണയാകുന്നത് മോളിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മോളിയുടെ ആ വലിയ സപ്പോർട്ട് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ ഈ കലാ ജീവിതത്തിൽ. അതുപോലെ തന്നെ കുട്ടികളും അങ്ങനെ ഉള്ള കുടുംബക്കാർ, മൂത്ത മകളും കുറച്ച് അല്പം വരയ്ക്കും, ഇളയ മകളും വരയ്ക്കും. അവരെല്ലാം പക്ഷേ പ്രൊഫഷൻ തിരിഞ്ഞു പോയി, നേഴ്സിങ്, ആരോഗ്യ മേഖലയിലോട്ടെല്ലാം തിരിഞ്ഞു പോയത് കൊണ്ട് അവർ ആ ഒരു വകുപ്പിൽ നിന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സിബി സാർ ഇപ്പോൾ പറയുകയുണ്ടായി, എൻ്റെ ഭാര്യ മോളിയും ഒരു ചിത്രകാരിയാണ്, ചിത്രകല അധ്യാപികയായിരുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു വ്യക്തിപരമായ ചോദ്യം മോളി ടീച്ചറിനോടാണ്. ഈ സിബി സാറിൻ്റെ ചിത്രകലയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ ഡ്രോയിങ്ങിനെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് എന്താണ് പറയാനുള്ളത്? സുചാനെ ഏറ്റവും ഭയങ്കര സ്പീഡിലാണ് വരയ്ക്കാറുള്ളത്. ഏത് സമയത്തും പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിലും എപ്പോഴും കളിക്കുകയോ ബഹളം വെക്കുകയോ ഒക്കെ ചെയ്താലും സുചാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് നല്ല മൂഡും നല്ല സമയവും ഒക്കെ കിട്ടിയാലേ എനിക്കങ്ങനെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികം വരയ്ക്കാറില്ല. പിന്നെ കുട്ടികളൊക്കെ കൊച്ചുമക്കളൊക്കെ നന്നായിട്ട് വരയ്ക്കും. അവർ വരയ്ക്കുന്നതൊക്കെ ഞാനിപ്പോഴും കാണിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ സുചാച്ചനെ എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമായത് സുചാൻ എത്രമാത്രം ഇരുന്ന് വരച്ചാലും എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്നിങ്ങനെ നോക്കും, ശരിയാകുന്നുണ്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ. സാറേ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ വരയുടെ മേഖലയിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നോ? സമ്മാനങ്ങൾ ലഭിക്കുമായിരുന്നോ? സാറിൻ്റെ പ്രോത്സാഹനം ആ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? എൻ്റെ കൊച്ചുമോള്, ഇളയ മോള്, അതായത് എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത ആൾ ആൽഫ, അവൾ നേഴ്സിംഗായിട്ട് വർക്ക് ചെയ്യുന്നു, BSc നേഴ്സിംഗാണ്. ഇളയ മോള് ഇപ്പോൾ UK വർക്ക് ചെയ്യുന്നു. അവളാണ് കൂടുതലും മത്സരങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പോയിട്ടുള്ളതും അവർക്ക് ഒരുപാട് പ്രൈസുകൾ ആ സമയത്ത് കിട്ടിയതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ കൊച്ചുമക്കൾ ഫൊറോന തലത്തിലും നമ്മുടെ ഇടവക തലത്തിലും, വെരൂർ ഇടവകയാണ് ഞാൻ, ഇടവക തലത്തിലൊക്കെ അവർ മത്സരിപ്പിക്കാറുണ്ട്. അങ്ങനെ അവർ വരച്ച കുറച്ച് പടങ്ങളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾ വന്നപ്പോഴും അവരതിൻ്റെ ഒരു ഉത്സാഹം കാണിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ വരച്ച പടമാണ് സണ്ണി അങ്കിളിനെയും ബിൻസാറിനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് അവരും ഞാൻ വരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് കളറ് കുത്തി തേക്കുക. ഞാനും ഓർക്കും അതായിക്കോട്ടെ. ആ തിരക്കിലും ഞാൻ എൻ്റെ പടങ്ങൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ ചിത്രകലയെക്കുറിച്ചും സാറിൻ്റെ സ്വതസിദ്ധമായ ശൈലിയെക്കുറിച്ചും ലാസ്റ്റ് സപ്പറിനെക്കുറിച്ചുമെല്ലാം ശാലോം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം വളരെ വിശദമായി സംസാരിച്ച സിബി ചങ്ങനാശ്ശേരിക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ ഈ കഴിവുകൾക്കും ഈ ചിത്രകലാ സംഭാവനകൾക്കുമെല്ലാം ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ കൂടുതൽ. അതോടൊപ്പം തന്നെ ചെറിയ അവാർഡുകൾക്കപ്പുറത്ത് ഒരു ഗിന്നസ് റെക്കോർഡ് സാറും സാറിൻ്റെ കുടുംബവും ഞങ്ങളുമെല്ലാം കാത്തിരിക്കുന്ന ഗിന്നസ് റെക്കോർഡിലേക്ക് എത്രയും വേഗം എത്തിച്ചേരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെയൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾക്ക് ഒത്തിരി താങ്ക്സ്. ശാലോം ടിവിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഞാൻ. ബിനു സാറിന്, സണ്ണി സാറിന്, എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുള്ളൂ.